വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അതായത് ഇപ്പം യൂട്യൂബ് പുതിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുമ്പോൾ 3 മിനിറ്റ് വരെ ഉള്ളത് ഇടാന്നുള്ളൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഒക്ടോബർ 15 മുതലാണ് അത് അങ്ങനെ ഒരു സംഭവം യൂട്യൂബ് കൊണ്ടുവന്നത്. നല്ല കാര്യം, കാരണം വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഈ ഷോർട്ടിലേക്ക് 60 സെക്കൻഡ് വരെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചിലപ്പോൾ അതിൽ കൊള്ളിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ 3 മിനിറ്റ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഉപകാരമുള്ളതാണ്. 3 മിനിറ്റ് വരെ ലെങ്ത്തുള്ളൊരു ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന് മുൻപേ ഞാൻ ഒരു കാര്യം പറയുകയാണ്. എന്താ വെച്ചാൽ കുറേ പേരൊക്കെ എനിക്ക് വാട്സപ്പ് അയച്ച് ഇങ്ങനെ ചോദിക്കാറുണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത്. പിന്നെ ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ പുതിയ ആൾക്കാരോട് പറയാനുള്ളത്, തുടങ്ങിക്കോളൂ, നല്ല കാര്യം, വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്കത് സ്ഥിരമായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ വെറുതെ എപ്പോഴെങ്കിലും വന്നിങ്ങനെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക, റെഗുലറായിട്ട് വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ തന്നെ തുടങ്ങിയിട്ട് ഇപ്പോൾ 4 കൊല്ലമായി. പക്ഷേ ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാറില്ല. അതുകൊണ്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഇതിലേക്ക് ഇരിക്കാൻ ഒരു സമയം കിട്ടാറില്ല. അപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ഇട്ടിട്ട് കാര്യമില്ല, റെഗുലറായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും നന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൻ്റെ ഷോർട്ടിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാനും ഈ ഷോർട്ട് 3 മിനിറ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കോമഡി വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ലെങ്ത്തായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് 16 സെക്കൻഡും 15 സെക്കൻഡ്സും മാത്രമേ അപ്ലോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ട് അത് പിന്നെയും ചെറുതാക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ഞാനത് നോർമൽ നമ്മളിടുന്ന ലെങ്തി വീഡിയോ പോലെ തന്നെ ഇട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടാവില്ല, അങ്ങനെ ഒക്ടോബർ 15 മുതൽ എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ടാവില്ല എന്ന് ഞാനും വിചാരിച്ചു, എനേബിൾ ആയിട്ടുണ്ടാവില്ല എന്ന് ഞാനും വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ നവംബർ 8-നാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഒരു കോമഡി വീഡിയോ ആണ് കേട്ടോ. നവംബർ 8-നാണ് ഇട്ടത്. അത് ഇപ്പം ഞാൻ ഈ 15 മുതലുള്ള സംഭവങ്ങൾ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ഓരോന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 16-ാം തീയതി നവംബർ 10-ന് ഞാൻ വീഡിയോ ഇട്ട്. നവംബർ 8-ഓ 10-ഓ 10-ാം തീയതിയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ്, ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് അത് നോർമലി ഇതിലേക്ക് ഷോർട്ടിലേക്ക് വരുന്നുണ്ട്. 3 മിനിറ്റിൻ്റെ ഷോർട്ടിലേക്കായി വരുന്നുണ്ട്. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സംഭവം കാണിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലേക്ക് തന്നെ ലെങ്ത്ത് വീഡിയോയിലേക്ക് തന്നെ ആയിരിക്കും പോകാമെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ വ്യൂസൊന്നും അത്ര ഇല്ല. ഞാൻ പിന്നെ റെഗുലറായിട്ട് വീഡിയോ ചെയ്യാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പം നോർമൽ ഒരു ഷോർട്ടിൻ്റെ വ്യൂവിലേക്കൊന്നും അത് വന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു സംഭവം ജസ്റ്റ് നിങ്ങളടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. അത് യൂട്യൂബ് അതിൻ്റെ ഒരു ഗ്രാജുവലി അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ഒക്ടോബർ 15-ന് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വെർട്ടിക്കൽ ഓർ സ്ക്വയർ വീഡിയോസ് 3 മിനിറ്റ് വരെ ഉള്ളത് അത് ഷോർട്ടിലേക്ക് തന്നെ പോവും. നോർമലി അതായി വരും. എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം കുറേ പേര് ഡൗട്ടാണ് ഇത് കാണിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു എനിക്ക് വന്നപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.